അവർക്ക് അച്ഛനെയാണോ അമ്മേനെയാണോ ഇഷ്ടം? റീസെന്റ് നമ്മുടെ ഫേമസ് മലയാള യൂട്യൂബർ രവീന ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കുഞ്ഞിനോട് ചോദിക്കാൻ പറ്റിയ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്റെ 2 വയസ്സായ കുഞ്ഞിനോട് വളരെ യാദൃച്ഛികമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അവളുടെ ആ ഒരു റെസ്പോൺസ് ആണ് ഞാൻ ഇന്നീ വീഡിയോ ഇടാൻ കാരണം. ഭാവിക്ക് അച്ഛനെയാണോ അമ്മേനെയാണോ ഇഷ്ടം? ഭാവിനെയാണോ ഇഷ്ടം? അമ്മ അച്ഛനല്ലേ? ഭാവി ഇഷ്ടമാണോ? വെരി ഗുഡ്. നല്ല ഭാവിയാണോ? സെൽഫ് ലവ് ആണോ? പറഞ്ഞാൽ ഈ ഒരു മറുപടി കേട്ടിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരുപോലെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അവള് വാവ എന്ന് ഉദ്ദേശിക്കുന്നത് അവളെ തന്നെയാണ്. ഞങ്ങൾ ഒരിക്കലും ഈ ഒരു മറുപടി എക്സ്പെക്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ 2 ഓപ്ഷൻസേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അച്ഛൻ അല്ലെങ്കിൽ അമ്മ. അതിന്റെ ഇടയിൽ അവൾ അവളെ തന്നെ പറയും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സെൽഫ് ലവ് ആണോ എന്നൊക്കെ ചോദിച്ചത് അവൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. എങ്കിലും അമ്മയുടെ പേര് പറഞ്ഞാൽ അച്ഛനും അച്ഛന്റെ പേര് പറഞ്ഞാൽ അമ്മയ്ക്കും വിഷമമാകും എന്നുള്ളൊരു ചിന്തയെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലുണ്ടാവുന്നുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നുന്നുണ്ട്. ഈ ഒരു ചോദ്യം ഞാനിപ്പോൾ ആദ്യമായിട്ട് ചോദിക്കുന്നതൊന്നുമല്ല, ആൻഡ് ആദ്യമായിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോയും ഇതല്ല. ഇപ്പൊ അവൾ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. വാവയാണ് ഇഷ്ടം എന്ന് പറയുന്നത് വരെ ആയിട്ടുണ്ട്. ആദ്യമൊക്കെ അവൾ 2 സെക്കൻഡ് ആലോചിച്ചിട്ടാണ് ഇതിന്റെ ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള ഉത്തരം എനിക്ക് അപ്പം തന്നെ കിട്ടാറുണ്ട്. അവൾ അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ എന്നുള്ളൊരു ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ ഇത് റിപ്പീറ്റഡ്ലി ചോദിക്കില്ലായിരുന്നു. ബട്ട് അവളെ തന്നെയാണ് ഇഷ്ടം, ഭാവയെ തന്നെയാണ് ഇഷ്ടം എന്നുള്ളൊരു മറുപടി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത് റിപ്പീറ്റഡ്ലി ചോദിക്കുന്നത്. കാരണം അവളുടെ അമ്മയ്ക്ക്, അതായത് എനിക്ക് ഇത്രയും വർഷമായിട്ടും എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ കുഞ്ഞ് അവളെ തന്നെ സ്നേഹിച്ച് വളരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയും കൂടെയാണ്. അതുകൊണ്ട് തന്നെ നാളെ അവളുടെ ഈ മറുപടി അവൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കുന്നുണ്ട്. നമ്മൾ പറയാറില്ലേ, നമ്മുടെ ലോകത്ത് ആരും തന്നെ ചെറുതല്ല, ഏതൊരാളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ കഴിവുമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ കുഞ്ഞിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ഇതേ കണക്ക് പഠിച്ചിട്ടുണ്ട് കേട്ടോ.